ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള നമ്പർ സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്പേഴ്സിനെ നമ്മൾ സാധാരണ എഴുതുന്നത് 1, 2, 3 അങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ പഠിച്ചു തരുന്ന ആ ഒരു രീതിയാണ്. അങ്ങനെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പം അങ്ങനെ അല്ലാതെയും ചില രീതികളിൽ നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 രീതികളാണുള്ളത്. അപ്പോൾ ആ 3 രീതികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം? നമ്പർ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ജനറലായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ഇൻഫർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, എണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്പർ സിസ്റ്റം. അപ്പോൾ അതിൽ പല ബേസുകൾ ഉണ്ടാവും. അതിലേറ്റവും ആ ബേസുകളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പല ടൈപ്പ് നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബേസ് എന്താണെന്നുള്ളത് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ക്ലിയർ ആവും. അപ്പോൾ ഈ ബേസിനെ ഏത് ബേസ് വെച്ചിട്ടാണോ ഒരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 ഡിവിഷനാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഏത് നമ്പർ ബേസ് ഉപയോഗിച്ചിട്ടാണ് ഒരു നമ്പറിനെ കാണിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് 4 ആയിട്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 ഡിവിഷനാണ്: 1 ഡെസിമൽ, 2 ബൈനറി, 3 ഒക്ടാൽ, 4 ഹെക്സാഡെസിമൽ. അപ്പോൾ ഇതല്ലാതെ വേറെയും നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 4 ഓക്കെ, അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ബേസ് അല്ലെങ്കിൽ റാഡിക്സ്, ബേസിനെ പറയുന്ന വേറൊരു പേരാണ് റാഡിക്സ്. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റുകൾ, എത്ര അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു നമ്പർ കാണിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു നമ്പറിനെ കാണിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ അളവാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നമ്പേഴ്സ് 0, 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുമ്പം 9 കഴിഞ്ഞാൽ 10 എഴുതും, 11 എഴുതും അല്ലേ? അപ്പോൾ എത്ര നമ്പർ വരെ എഴുതുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിലാകെ ഉപയോഗിക്കുന്ന അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എന്ന് തുടങ്ങിയിട്ട് 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എത്ര വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിലും എഴുതുന്നത് അല്ലേ? അപ്പോൾ 0 മുതൽ 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 0 മുതൽ 9 വരെ, 1 മുതൽ 9 വരെ 9 നമ്പേഴ്സ് ഉണ്ട്. 0യും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 10 നമ്പേഴ്സ്. അതായത് ഈ ഒരു 10 നമ്പറുകൾ ഉപയോഗിച്ചിട്ട്, ഈ ഒരു 10 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട്, 0 മുതൽ 9 വരെയുള്ള 10 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ നമ്പേഴ്സും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ 10 എന്നുള്ള നമ്പറാണ് ഇവിടുത്തെ ബേസ്. ഏതിലെ ബേസ്? ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ആ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആണ് 10. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ആണ് 10. ഓക്കെ, അപ്പോൾ ആ ഒരു റാഡിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കി നമ്പർ സിസ്റ്റംസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ റാഡിക്സ് വ്യത്യസ്തമാണ്. അപ്പോൾ അതും കൂടെ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഇതൊരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്പേഴ്സിനെ കാണിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ആ ഒരു അളവ്, ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ നമ്പർ സിസ്റ്റമായിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് 4 ഇമ്പോർട്ടൻറ്റ് നമ്പർ സിസ്റ്റംസ്: 1 ഡെസിമൽ നമ്പർ സിസ്റ്റം, 2 ബൈനറി നമ്പർ സിസ്റ്റം, 3 ഒക്ടാൽ നമ്പർ സിസ്റ്റം, 4 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്മൾ ഡെക്കേഡ് എന്ന് പറയാം, ദശകം എന്ന് പറയാം 10നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പേര് തന്നെ ഉണ്ട് ഡെസിമൽ എന്നുള്ളതിൻ്റെ
റാഡിക്സ് 10. അതേപോലെ ബൈനറി, ഈ ഒരു പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ബൈനറി എന്നുള്ളത് കൊണ്ട് ഏത് നമ്പറിനെയാണ് ബൈനറി സൂചിപ്പിക്കുന്നത്? ബൈനറി മീൻസ് രണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ബൈനറി. അതേപോലെ ഒക്ടാൽ, നമ്മൾ സ്ക്വയർ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രൈ എന്ന് പറഞ്ഞാൽ 3ആണ്, പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5. അതേപോലെ ഒക്ടാൽ എന്ന് പറയുമ്പോൾ ഏത് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്? 8. ഒക്ടാൽ എന്ന് പറഞ്ഞാൽ 8നെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ഒക്ടാൽ. അതേപോലെ ഹെക്സാഡെസിമൽ, ഇത് ഏത് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹെക്സ എന്ന് പറഞ്ഞാൽ 6ആണ്. ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ 10ആണ്. അപ്പോൾ 10ഉം 6ഉം 16. 16നെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ഹെക്സാഡെസിമൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ ഇതെല്ലാം മനസ്സിലാക്കണം എന്നില്ല. ഇനി അങ്ങോട്ട് നമ്മളിത് വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണിത്. ഒന്ന് ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസ് 10ആണ്. ബേസ് 10 എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാ നമ്പേഴ്സിനെയും കാണിക്കാൻ പറ്റും. രണ്ടാമത്തേത് ബൈനറി നമ്പേഴ്സ്. ബൈനറി എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബേസ് 2ആണ്. അപ്പോൾ ബേസ് 2 എന്ന് പറഞ്ഞാൽ ആകെ 2 അക്കങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ നമ്പേഴ്സിനെയും കാണിക്കുന്നത്. അപ്പോൾ ആ 2 അക്കങ്ങളാണ്, ഒന്ന് 0, മറ്റേത് 1. മൂന്നാമത്തേത് ഒക്ടാൽ നമ്പേഴ്സ്. ഒക്ടാൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബേസ് 8ആണ്. ബേസ് 8 ആവുമ്പം 8 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ നമ്പേഴ്സിനെ കാണിക്കുന്നത്. അപ്പോൾ ആ 8 അക്കങ്ങളാണ് 0 മുതൽ 7 വരെയുള്ള അക്കങ്ങൾ. 0 മുതൽ 7 വരെയുള്ള അക്കങ്ങൾ. പിന്നെ ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ഹെക്സാഡെസിമൽ നമ്പേഴ്സിൽ 16 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ കാണിക്കുന്നത്. അതിൽ 0 മുതൽ 9 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ലെറ്റേഴ്സും കൂടെ ഉപയോഗിച്ചിട്ട്, കുറച്ച് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടും കൂടെ നമ്മൾ നമ്പേഴ്സിനെ കാണിക്കുന്നുണ്ട്. എ മുതൽ എഫ് വരെയുള്ള ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ഏറ്റവും ബേസ് എന്നുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന, ഡെയിലി ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 ഡിജിറ്റ് ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ഡിജിറ്റ് ആണുള്ളത്. ആ 10 ഡിജിറ്റുകൾ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണ്. അങ്ങനെ ഇതിൽ മൊത്തം 10 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ബേസ് 10 എന്ന് പറയാം. ഇനി ഇതിൽ ഓരോന്നിൻ്റെയും ആ ഒരു പൊസിഷൻ, ഏത് പൊസിഷനിലാണ് നമ്പർ ഇരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് യൂണിറ്റ്സ് ആവാം, ടെൻസ് ആവാം, ഹൺഡ്രഡ്സ് ആവാം, തൗസൻഡ്സ് ആവാം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2341 എന്നുള്ള ഒരു നമ്പറാണെന്നുണ്ടെങ്കിൽ ഈ 1 എന്നുള്ളത് കൊണ്ട് വെറും 1 മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പൊസിഷനിലുള്ള 4 കൊണ്ട് നമുക്കറിയാം ഉദ്ദേശിക്കുന്നത് 40 ഈ പൊസിഷനിലുള്ള 3 കൊണ്ട് ഉപയോഗിക്കുന്നത് 300 300 കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊസിഷനിലുള്ള 3 ഉപയോഗിക്കുന്നത്. അതേപോലെ 2 ഉപയോഗിക്കുന്നത് 2000 കാണിക്കാൻ, 2000 കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് 2341 എന്നുള്ളൊരു നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എവിടെയാണ് നമ്പർ ഇരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് യൂണിറ്റ് പൊസിഷനിലാവാം. ഈ 1 യൂണിറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന നമ്പർ. ഏറ്റവും അറ്റത്തെ പൊസിഷനാണ് യൂണിറ്റ് പൊസിഷൻ. അത് കഴിഞ്ഞ് അടുത്ത പൊസിഷനാണ് 10 പൊസിഷൻ, 10ൻ്റെ പൊസിഷൻ. അപ്പോൾ അതാണ് 40 വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അതും കൂടി കഴിഞ്ഞ് അടുത്ത ഡിജിറ്റ് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകും തോറും ഓരോ 0 കൂടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു ഡിജിറ്റും കൂടെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് 100ൻ്റെ പൊസിഷനാവും. അത് കഴിഞ്ഞ് ഒരു ഡിജിറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ 1000ൻ്റെ പൊസിഷനാവും. പിന്നെയും ഒരു ഡിജിറ്റും കൂടെ പോയി കഴിഞ്ഞാൽ 10,000ൻ്റെ പൊസിഷനാവും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇതിലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ കാണുന്ന നമ്പേഴ്സ് 1 2 3 4 അപ് ടു 10.
11, 12, 13 അപ് ടു 20 ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അടുത്തത് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. ഇപ്പോൾ ഞാൻ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഒരു നമ്പറിൽ നിന്ന് ഒരു ഒക്ടാൽ നമ്പറിൽ നിന്ന് ഒരു ഒക്ടാൽ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ നമ്മുടെ സാധാരണ ഡെസിമൽ നമ്പറിലുള്ള ഏത് നമ്പറിനെയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് ജനറലായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്പർ സിസ്റ്റത്തിലെ 4 ഇമ്പോർട്ടൻറ്റ് നമ്പർ സിസ്റ്റംസും പഠിക്കണം. ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ബൈനറി നമ്പർ സിസ്റ്റം ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടറിലാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് നമ്മുടെ സാധാ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് 0ൻ്റെയും 1ൻ്റെയും ടേംസിലുള്ള ലാംഗ്വേജാണ്. 0, 1 എന്നുള്ള ടേംസിലുള്ള ലാംഗ്വേജാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വഴി കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടറിലാണ്. അതിൽ ആകെ 2 ഡിജിറ്റേ ഉള്ളൂ, 0യും 1ഉം ആണ് അതിലുള്ള ഡിജിറ്റ്സ്. പിന്നെ ഈ 2 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് പൾസസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് പൾസസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലാണ്. ഒരു സിഗ്നൽ, അതായത് ഒരു പൾസ് ഇല്ലാത്ത അവസ്ഥ, ഒരു പൾസിൻ്റെ ആബ്സെൻസിനെ 0 ആയിട്ട് കാണിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സിഗ്നൽ ഉണ്ടോ ഇല്ലേ അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയാം. അപ്പോൾ ഒരു പൾസിൻ്റെ ആബ്സെൻസിനെ, ഒരു പൾസ് ഇല്ലാത്ത അവസ്ഥേനെ 0 എന്നുള്ള വാല്യൂ വെച്ചിട്ട് കാണിക്കും. ഈ ഒരു പൾസ് ഉള്ള അവസ്ഥേനെ 1 എന്നുള്ളൊരു വാല്യൂ വെച്ചിട്ട് കാണിക്കും. അഗെയിൻ ഇവിടെ പൾസ് ഇല്ലാത്ത അവസ്ഥയാണ്, അത് 0. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പൾസ് ഉള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് 1. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. അതായത് 0, 1, 0, 1 എന്നുള്ളൊരു സിഗ്നലാണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. 1, 1, 0, 1, 0, 1. ഈ ഒരു പൾസാണ് കാണിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഈ ഒരു നമ്പറാണ് നമ്മൾ പൾസ് ഉപയോഗിച്ചിട്ട് കാണിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക? ആദ്യം തന്നെ 1 ആണ്. അപ്പോൾ നമ്മൾ ഹൈ ആയിട്ട് വരയ്ക്കാം. അതായത് ഒരു പൾസ് ഉണ്ട് ഇവിടെ, പിന്നെ 1 ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ പൾസ് ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് 1, ഫസ്റ്റത്തെ 1, ഇത് രണ്ടാമത്തെ 1. 0 എന്ന് പറഞ്ഞാൽ പൾസ് ഇല്ലാത്ത അവസ്ഥ, 0. അത് കഴിഞ്ഞാൽ എഗെയിൻ 1. അപ്പോൾ എഗെയിൻ 1 ആകുമ്പം പൾസ് ഉള്ള അവസ്ഥ ഹൈയിലേക്ക് പോകണം. പൾസ് ഉള്ള അവസ്ഥ, അത് കഴിഞ്ഞാൽ പിന്നെയും ലോ, പൾസ് ഇല്ലാത്ത അവസ്ഥ, 0. അത് കഴിഞ്ഞാൽ എഗെയിൻ ഹൈ, പൾസ് ഉള്ള അവസ്ഥ. അപ്പോൾ ഇതാണ് പൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സിഗ്നൽ, കമ്പ്യൂട്ടറിനൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നൽ. അപ്പോൾ ആ ഒരു സിഗ്നലിനെ ബൈനറി നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് 0, 1 എന്ന് മാത്രം ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 1, 2, 3, 20, 25 അങ്ങനത്തെ നമ്പേഴ്സൊക്കെ എങ്ങനെ ബൈനറി വെച്ച് കാണിക്കാം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിനെ ബൈനറിയിൽ എങ്ങനെ കാണിക്കാമെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ ഒരു ഡെസിമൽ നമ്പർ 10 വരെ എഴുതുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ് ഞാനിവിടെ എഴുതി. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 1നെ 1 തന്നെ എഴുതാം, ഒരു മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് 2 ആണ്. 2 കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ഡിജിറ്റെങ്കിലും വേണം. കാരണം 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇനി 2 കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 0 ആക്കുക, അതിൻ്റെ അപ്പുറത്തൊരു 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി 3 കാണിക്കാൻ ചെയ്യേണ്ടത്, 3 എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പറാണ്.
അപ്പോൾ അടുത്ത നമ്പർ ആകുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഈ 1 അതേപോലെ നിർത്തുക. എന്നിട്ട് ഈ 0 1 ആക്കുക. അപ്പോൾ ഇതാണ് 3 എന്നുള്ളൊരു നമ്പർ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് 4 കാണിക്കണമെങ്കിൽ നമുക്ക് 2 ഡിജിറ്റ് മാത്രം മതിയാവില്ല. ഒരു ഡിജിറ്റും ഒരു അക്കം കൂടെ ഇപ്പുറത്തോട്ടും കൂടെ വരണം. അപ്പോൾ എങ്ങനെയാണ് 4 കാണിക്കാൻ പറ്റുന്നുണ്ടാവുക? ഞാൻ 4ഉം കൂടെ കാണിക്കാം. 4 കാണിച്ചു കഴിഞ്ഞാൽ 5 എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ 0ക്ക് 0 തന്നെ, 1ന് 1 തന്നെ, 2ന് എഴുതുക 1 0 എന്ന് എഴുതാം. അതിൻ്റെ കൂടെ ഒരു 1ഉം കൂടെ കൂട്ടിയാൽ 3 കിട്ടും, 1 1. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1ഉം കൂടെ കൂട്ടിയാൽ നമ്മൾ 4 എഴുതുമ്പോൾ എഴുതാം, ആദ്യത്തെ 2 0 ആക്കുക, ഇപ്പുറത്തൊരു 1 കൊടുക്കുക. ഇങ്ങനെയാണ് 4 എഴുതുക. ഓക്കെ, അപ്പോൾ ഈ 2ൽ നിന്ന് 3 ആയപ്പം ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് മാത്രമാണ് മാറിയത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്തത് 5 എന്നുള്ള നമ്പർ എങ്ങനെയായിരിക്കും എഴുതാം? 1 0 1. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല. ഇത് പ്രാക്ടീസിലൂടെ തന്നെ നമുക്കിത് അത്രയും പതിയിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ 0 എന്ന് എഴുതുന്നത് ഞാൻ എന്നാൽ ഇത് 3 ഡിജിറ്റ് വെച്ച് കാണിക്കാം. അറ്റ്ലീസ്റ്റ് 3 ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ 1നെ 1 എന്ന് എഴുതാം. ആ 1ൻ്റെ അപ്പുറത്തേക്ക് എത്ര 0 ഇട്ട് കൊടുത്താലും അത് 1 തന്നെ ആവുള്ളൂ. അപ്പോൾ 1നെ നമുക്ക് 0 0 1 എന്ന് എഴുതാം. ഇനി 2 ആവുമ്പം ഈ 1നെ ഇപ്പുറത്തോട്ട് മാറ്റണം, എന്നിട്ട് 1 0 എന്ന് എഴുതണം. അപ്പോഴേ അത് 2 ആവുള്ളൂ. ഇനി 3 ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ അഡീഷൻ പറഞ്ഞുതരാം. അങ്ങനെ ആകുമ്പോൾ ഒരുപക്ഷെ ഒന്നും കൂടെ മനസ്സിലാവുമായിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കാം. 1 നമ്മുടെ ബൈനറിയിൽ ആഡ് ചെയ്യുമ്പം 0 + 0 = 0 തന്നെ, 1 + 0 = 1 ആണ്, 0 + 1 = 1 ആണ്. അതേപോലെ 1 + 1 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. ഓക്കെ, ബൈനറിയിൽ 1 + 1 0 ആണ്. മാത്രമല്ല ഒരു ക്യാരി 1 ഉണ്ടാവും. നമ്മൾ 8ഉം 9ഉം കൂട്ടിയാൽ, നമ്മൾ സാധാ അഡീഷനിൽ 8ഉം 9ഉം കൂട്ടിയാൽ 17 കിട്ടുമ്പം 7 മാത്രം അവിടെ വെച്ചിട്ട് 1 ക്യാരി ആയിട്ടാണ് കൂട്ടാറുള്ളത്, അടുത്ത നമ്പറിൻ്റെ കൂടെയാണ് കൂട്ടാറുള്ളത്. അതേപോലെ 1ഉം 1ഉം കൂട്ടിയാൽ 0 ആണ് ആൻസർ, സമ്മ്. ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്ന ക്യാരിയാണ് ഈ 1. ഓക്കെ, അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഈ നമ്പേഴ്സ് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കാം. ഓരോന്ന് കൂട്ടി കൂട്ടി എഴുതി നോക്കാം. അപ്പോൾ ഞാൻ 3 അക്കങ്ങൾ വെച്ചിട്ട് ഈ നമ്പേഴ്സ് കാണിക്കുകയാണ്. 3 അക്കങ്ങൾ വെച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ 3 അക്കങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പോൾ സാധാരണ ഒരു നമ്പർ 2 എന്നുള്ള നമ്പറിന് വേണമെങ്കിൽ നമുക്ക് 02 എന്ന് എഴുതാമല്ലോ. അതേപോലെ 002 എന്ന് എഴുതാമല്ലോ. അതേപോലെ 0002 എന്ന് എഴുതാമല്ലോ. എത്ര 0 ആഡ് ചെയ്ത് കൊടുത്താലും ആ നമ്പർ 2 തന്നെയാണ്. അതേപോലെ ബൈനറി നമ്പറിൻ്റെ കൂടെയും നമ്മൾ ആ നമ്പറിൻ്റെ മുന്നിൽ എത്ര 0 ഇട്ട് കൊടുത്താലും ആ നമ്പർ അതുപോലെ മാറ്റമില്ലാതെ നിൽക്കും. അപ്പോൾ 1നെ ഞാൻ 001 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്പർ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1 കൂട്ടുകയാണ്. അപ്പോൾ ഈ 1 കൂട്ടുന്ന ഒന്നിനെ ഞാൻ ഇവിടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 + 1 എത്രയാ? 0. ആ 0, ഈ സമ്മാണ് 0. പക്ഷേ ഒരു ക്യാരി ഉണ്ട് 1 അല്ലേ? ആ ക്യാരി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുതാക്കി എഴുതാം. അപ്പോൾ ആ ക്യാരിയും 0യും കൂടെ കൂട്ടിയാൽ 1 കിട്ടും. പിന്നെ ആ 0 അതേപോലെ എഴുതാം. ഇതൊക്കെയാണോ അമർനാഥ്? അപ്പോൾ ഇനി 3 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടിയാൽ അത് കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് നേരെ എഴുതാം 0 1 1. ഇനി അടുത്തത് 4 കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുക. അപ്പോൾ ഇവിടെ 1 കൂട്ടുമ്പോൾ നോക്കുക, 1 + 1 0. ഒരു ക്യാരി ഉണ്ടാവും. ആ ക്യാരി ഇവിടെ ഞാൻ ചെറുതാക്കി എഴുതി 1. അഗെയിൻ 1 + 1 0. പിന്നെ ഒരു ക്യാരി വന്നു.
ആ ക്യാരി ഇവിടെ എഴുതി. പിന്നെ ഉള്ളത് 1 + 0 ആണ്. അപ്പോൾ 1 + 0 ചെയ്താൽ 1. ഇങ്ങനെയാണ് 4നെ കാണിക്കാൻ വേണ്ടിയിട്ട് 1 0 0 എന്നുള്ളൊരു നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതേപോലെ ഇനി 5 കിട്ടണം എന്നുണ്ടെങ്കിൽ 4ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ അത് എളുപ്പമാണ്. 1 0 1. 6 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 കൂട്ടുക. ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1 + 1 0. ഒരു ക്യാരി ഉണ്ടാവും. ആ ക്യാരി ഈ 0ൻ്റെ കൂടെ കൂട്ടിയാൽ 1. പിന്നെ ഈ 1 താഴോട്ട് ഇറക്കി എഴുതുക. അപ്പോൾ ഇതാണ് 6നെ കാണിക്കാനുള്ള നമ്പർ. അടുത്തത് 7നെ കാണിക്കാൻ 6ൻ്റെ കൂടെ 1 കൂട്ടാം. അപ്പോൾ അത് വേഗം കിട്ടും. 1 1 1. ഓക്കെ. അടുത്തത് 8 കാണിക്കാൻ ഇതിൻ്റെ കൂടെ 1 കൂട്ടാം. ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമ്മളിതാ ഈ 3ൻ്റെ കൂടെ 1 കൂട്ടിയപ്പം ഇവിടെയൊക്കെ 0 അറ്റത്തൊരു 1 എക്സ്ട്രാ വന്നു അല്ലേ? അതേപോലെ 1 + 1 0. ഒരു ക്യാരി ഉണ്ടാവും. ആ ക്യാരിയും ഈ 1ഉം കൂടെ കൂട്ടിയാൽ പിന്നെയും 0. അപ്പോൾ ഒരു ക്യാരിയും കൂടെ വന്നു. അതിവിടെ എഴുതി. ആ ക്യാരിയും ഈ 1ഉം കൂടെ കൂട്ടിയാൽ എഗെയിൻ 0. പിന്നെ ഒരു ക്യാരി ഉണ്ടാവും. അതിവിടെ എഴുതി. അങ്ങനെയാണ് 8 1 0 0 0 എന്നുള്ളൊരു നമ്പർ വെച്ച് കാണിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നമ്പർ 9 എന്നുള്ള നമ്പർ എങ്ങനെയാണ് കാണിക്കാം? 1 0 0 1. ഓക്കെ. അടുത്തത് 10 എന്നുള്ള നമ്പർ എങ്ങനെയാണ് കാണിക്കാം? ഓക്കെ. അപ്പോൾ 10 എന്നുള്ള നമ്പർ കാണിക്കുമ്പം ഇതാ 1 0. ഇവിടുത്തെ തൊട്ടുപുറത്തെ ഡിജിറ്റ് 1 ആവും. ഇത് 0 ആവും. ഇതാണ് 10. ഇനി 11 എഴുതാൻ 1 0 1. ലാസ്റ്റത്തെ നമ്പറിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 1. അടുത്തത് 12 എഴുതാൻ ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ 1 1 0. ഒരു ക്യാരി ഉണ്ട്. പിന്നെ 1 1 0. ഒരു ക്യാരി വന്നു. ആ ക്യാരിയും ഈ 0 കൂടെ ആഡ് ചെയ്താൽ 1 1. അങ്ങനെയാണ് 12 എഴുതുക. അടുത്തത് 13 എഴുതാൻ 1 1 0 1. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നത് എളുപ്പമാണ്. അടുത്തത് 14 എഴുതാൻ 1 1. ഇതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 1 1. ഒരു 1 പിന്നെ ഒരു 0. അടുത്തത് 15 എഴുതാൻ 1 1 1 1. ഈ ലാസ്റ്റത്തെ 0ൻ്റെ കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി നമ്പേഴ്സ് നമ്മൾ എഴുതുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1. ഇത് വേണമെങ്കിൽ 0 1 എന്നോ അല്ലെങ്കിൽ 0 0 1 എന്നോ അല്ലെങ്കിൽ 0 0 0 1 എന്നോ എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ 1 1 0. നമ്മൾ 10 അല്ല വായിക്കുക. ഇത് 10 അല്ല വായിക്കുക. ഇത് 11 അല്ല വായിക്കുക. ബൈനറിയിൽ വായിക്കുമ്പം 1 0 1 1 അങ്ങനെയാണ് വായിക്കുക. അതേപോലെ 4 1 0 0. നമ്മൾ 15 വരെ എഴുതി. ഇതാണ് 15. അടുത്തത് 16 വരുമ്പോൾ എങ്ങനെ ആവും? ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ അവിടെയൊക്കെ 0 ആവും. ഏറ്റവും അവസാനം മാത്രം ഒരു 1 വരും. അത് 16. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്പേഴ്സ് കാണിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു 72 എന്നുള്ളൊരു നമ്പറിൻ്റെ ബൈനറി കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് 1 മുതൽ എഴുതാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഓരോ ഡിജിറ്റിനും ഓരോ ബിറ്റാന്ന് പറയാം. അതായത് 0 എന്ന് പറയുന്നത് ഒരു ബിറ്റാണ്. 1 എന്ന് പറയുന്നത് വേറൊരു ബിറ്റാണ്. അപ്പോൾ ഓരോ അക്കത്തിനെയും ബൈനറിയിൽ ബിറ്റ് എന്നുള്ളൊരു പേരിലാണ് വിളിക്കുക. അങ്ങനെ 4 ബിറ്റ് ഒരുമിച്ച് എഴുതിയ ഒരു കളക്ഷനെയാണ് നിബിൾ എന്ന് വിളിക്കുക. നിബിൾ. അപ്പോൾ 1 1 1 0 ഇതൊരു നിബിളാണ്. 1 1 1 എന്ന് മാത്രം എഴുതിയാൽ ഇതൊരു നിബിൾ അല്ല. കാരണം അതിൽ 3 ഡിജിറ്റേ ഉള്ളൂ. ഇനി 0 1 1 0 എന്ന് എഴുതിയാൽ ഇതൊരു നിബിളാണ്. ഓക്കെ. അപ്പോൾ 4 ബിറ്റിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നിബിൾ എന്ന് പറയാം. ഇതേപോലെ 8 ബിറ്റിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് ബൈറ്റ് എന്ന് പറയാം. ബൈറ്റ്. 8 ബിറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇവിടെ കണ്ടോ 1 2 3 4. പിന്നെ ഒരു 1 2 3 4. അങ്ങനെ 4 4 8. 8 ബിറ്റിൻ്റെ കോമ്പിനേഷനെയാണ് ബൈറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു ബൈനറി നമ്പറിൽ എവിടെയാണ് ആ ഒരു നമ്പറിൻ്റെ പൊസിഷൻ എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അതിനൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റേജ് നമ്മളിപ്പം മനസ്സിലാക്കും. ഓക്കെ. അപ്പോൾ ബൈനറിയിൽ 2 ഡിജിറ്റേ ഉള്ളൂ, 0യും 1ഉം. അപ്പോൾ അതുകൊണ്ട് ബൈനറിയുടെ ബേസ് 2 ആണ്.